നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് ആൻഡ് മിഡ് ക്യാപ് നിഫ്റ്റിയുടെ അനാലിസിസ് ചെയ്യും. ഈ അനാലിസിസ് നാളത്തേക്കുള്ള അനാലിസിസ് ആണ്. നമ്മളിവിടെ ഷെയർ ചെയ്യുന്ന ലെവൽസ് എല്ലാം ലേണിംഗ് പർപ്പസ് ലെവൽസാണ്. ലേൺ ചെയ്യുക, ഏൺ ചെയ്യാതെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. വേഗം നമ്മുടെ ചാർട്ട് അനാലിസിസ് കിടക്കാം. നിഫ്റ്റിയിലേക്ക് ഫസ്റ്റ്. ഇന്ന് കുറച്ച് ബിസിയാണ്, സോ വലിയ അനാലിസിസ്, വലിയ എക്സ്പ്ലനേഷൻ തരാനില്ല. നമുക്ക് വേഗം ഡിസ്കഷൻ കിടക്കാം. നമ്മൾ ഇന്നലെ എന്തായിരുന്നു, നമ്മൾ ബിയറിഷ് ആയിരുന്നു, ABC. ആൻഡ് ദെൻ ഇതിൻ്റെ മോർണിംഗ് എക്സാക്ട്ലി ഈ ഒരു ചാനൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഈ ഒരു ചാനൽ. അതിൻ്റെ എക്സാക്ട്ലി ഇവിടെ വന്ന് പോസ് എടുത്തു, ബൗൺസ് ആൻഡ് ദെൻ വീണ്ടും ഫോൾ. അത് ABC സ്ട്രക്ചറാണ്, എക്സാക്ട്ലി പ്യുവർലി ABC സ്ട്രക്ചർ തന്നെയാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ എക്സ്റ്റെൻഡഡ് ഫിബൊനാച്ചി എടുക്കുക ആൻഡ് ദെൻ ഫ്രം ഹിയർ ടു ഇതിവിടെ വയ്ക്കുകയാണെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എക്സാക്ട്ലി ടാർഗറ്റ് എല്ലാം ഡൺ ആണ്. ഓൾമോസ്റ്റ് 161% ആണ് യൂഷ്വലി ഇതിൻ്റെ ടാർഗറ്റ്, ബട്ട് മാർക്കറ്റ് അതിൻ്റെ ബിലോ പോയിട്ടുണ്ട്. 261% ഏരിയ, ഇത് ഈ ഏരിയയിലാണ് ഇപ്പോൾ വന്ന് ഇരിക്കുന്നത്. സോ ഇവിടെ നമുക്കിനി നെക്സ്റ്റ് എന്താണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, റൈറ്റ്? സോ കറക്ഷൻ ഓവറായോ ഇല്ല എന്നാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. ഞാൻ ഈ ഡ്രോയിങ്ങൊക്കെ ഇപ്പോൾ ഡിലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇനി ഞാൻ ഇന്നലെ ഒരു കാര്യം കൂടി പറഞ്ഞായിരുന്നു. മാർക്കറ്റ് ഇനി കോഷൻ സോണാണ്. കോഷൻ ഞാൻ ഇന്നലെ പറഞ്ഞു, ഞാൻ എടുത്തു പറഞ്ഞായിരുന്നു. മാർക്കറ്റ് ഇച്ചിരി ഒരു ഫോൾ കാണിക്കുന്നുണ്ട്. സോ ആ ഒരു ഫോൾ ഓവർ ആയോ ഇല്ല എന്ന് നമുക്ക് ഇനി നോക്കാനുള്ളതാണ് ഫർദർ. ബട്ട് യെസ്, ഈ ഒരു ലൈൻ ഇങ്ങനെ വരച്ച് വെച്ചേക്കണം കേട്ടോ. ഈ ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈൻ വരച്ച് വെച്ചേക്കണം. ഇതിൻ്റെ ബിലോ പ്രൈസ് ഇനി ഓൾമോസ്റ്റ് വന്നിരിക്കുന്നതാണ്. ബട്ട് യെസ്, മേ ബി അത് ട്രാപ്പ് ആവാം, പറയാൻ പറ്റത്തില്ല. ഓക്കെ, ട്രാപ്പ് ആവാൻ പറയാൻ പറ്റില്ല, നമുക്ക് ഒന്ന് ക്ലിയർ ഒന്നും പറയാൻ പറ്റില്ല. സോ യെസ്, പ്രൈസ് ഇവിടെ വന്ന് നിൽക്കുന്നു. ഇവിടുന്ന് പ്രൈസ് നാളെ എൻഡിങ് ഡയൽ പാറ്റേൺ ഫോം ചെയ്യുകയാണെങ്കിൽ ശ്രദ്ധിക്കുക. 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ ഇവിടെ എവിടെയെങ്കിലും 5 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലോ എവിടെയെങ്കിലും എൻഡിങ് ഡയൽ പാറ്റേൺ ഫോം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു ബൗൺസ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ടാകും. പ്രൈസ് ഇവിടെ ട്രൈ ചെയ്തു, ഒത്തിരി ട്രൈ ചെയ്തിട്ടുണ്ട്. ഇതാണ് എൻഡിങ് ഡയൽ പാറ്റേൺ ഫോം ചെയ്ത്, പക്ഷേ ആയിട്ടില്ല. ഓക്കെ, കണ്ടോ, ഇവിടെയും ട്രൈ ചെയ്തിട്ടുണ്ട്, ഇവിടെ ആയിട്ടില്ല, ഫോം ആയിട്ടില്ല എന്ന് പറയാം, അത്ര ഉള്ളൂ. ഇനി നെക്സ്റ്റ് എന്താ എന്ന് പറയാനുള്ളത്, ഇനി നാളെ ബുള്ളിഷ് എപ്പാവുക അല്ലേ? സോ ബുള്ളിഷ്, ബിയറിഷ് ഈ ലോഡ് ബിലോ ഫർദർ. ഓക്കെ, സപ്പോർട്ട് ഇത് തന്നെയാണ്. റെസിസ്റ്റൻസ് ആണ് ഇപ്പോൾ ഇനി നമുക്ക് കൂടുതൽ ഒരു ഇത് കിടക്കുന്നത്. കാരണം വെച്ചാൽ റെസിസ്റ്റൻസ് ഒത്തിരി ദൂരെയാണ് ഉള്ളത്. ഓക്കെ, സപ്പോർട്ട് സോണൊക്കെ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഇനി വരുന്നത് മേജർ നമ്മുടെ റെസിസ്റ്റൻസിലേക്ക് പോകാം. റെസിസ്റ്റൻസ് വരുന്നത് ഈ ഒരു ഏരിയ ആണ്. യെസ്, 24,008. യെസ്, ഓക്കെ, 860 ഇത് റെസിസ്റ്റൻസ് ലെവലാണ്. 24,860. പിന്നെ നെക്സ്റ്റ് റെസിസ്റ്റൻസ്, നിയറസ്റ്റ് റെസിസ്റ്റൻസ് പിന്നെ ഇതാണ് പറയുന്നത് 25,000. അത് എന്തായാലും റൗണ്ട് നമ്പറാണ്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഇതായിരിക്കും. യെസ്, ഇതുണ്ട് 24,060 ആൻഡ് നമ്മളെ അടിച്ച ഹൈ. ഓക്കെ, ഇതൊക്കെ ആ റെസിസ്റ്റൻസ് സപ്പോർട്ട് ഓൾറെഡി ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 24,490 ഈ ഒരു എല്ലാവരും സപ്പോർട്ട് സോണാണ്. ഓക്കെ, ഈ ഏരിയ ഫുൾ ആക്ച്വലി സപ്പോർട്ട് സോണാണ്. മാർക്കറ്റ് ഇവിടെ നിന്ന് എന്താ റിവേഴ്സൽ കാണുന്നത് എങ്ങനെയാണ് നമുക്കത് നോക്കാനുള്ളത്. ബട്ട് യെസ്, എനിക്ക് ഒരു കാര്യം പറയാനുള്ളതാണ്. ഇപ്പോൾ ഇൻ കേസ് സപ്പോസ് നമ്മളിത് കൗണ്ട് ചെയ്യുകയാണെങ്കിൽ ഇത് ഫുള്ള് 1, 2, 3 ആൻഡ് 4 ഡേ ഫോൾ ആണെങ്കിൽ, ഇത് 4 ഡേ ഫോൾ ആണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ട്രയാങ്കിൾ ഫോം ആവണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ട്രയാങ്കിൾ ഫോം ആയിട്ട് പിന്നെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഓക്കെ. അപ്പോൾ ഇനി നാളെ കൺസോളിഡേഷൻ ആകുമോ എന്നാണ് നമുക്ക് നോക്കാനുള്ളത്. ഫർദർ ഫോൾ കിട്ടുമോ ഓർ കൺസോളിഡേഷൻ ആകുമോ? സോ നാളെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് മാത്രം വർക്ക് ചെയ്യുകയുള്ളൂ. ബാക്കി ഫോൾ ഫർദർ ഫോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫർദർ ഉണ്ട്, ഇനിയുണ്ട് ഫോൾ. ബട്ട് ഇവിടെ വന്നിട്ട് 24,590 ഈ ഏരിയയിൽ വന്നിട്ട് പോസ് എടുക്കുന്നുണ്ടോ ഇല്ലയെന്ന് നോക്കാം. ഇതിൻ്റെ ബിലോ പോയാൽ പിന്നെ വീക്ക്നെസ് കൂടും. 24,490 ബിലോ പോയി കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ഈ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബിയറിഷ്നെസ് ഫർദർ കൂടും. അത് ശ്രദ്ധിക്കാനുള്ളതാണ്. ഓക്കെ, വേഗം നമുക്കിനി ബാങ്ക് നിഫ്റ്റി അനാലിസിസ് അടക്കം. ബാങ്ക് നിഫ്റ്റി യെസ്, ഈ ഒരു ട്രെൻഡ് ലൈൻ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു, നമ്മൾ ഷെയർ ചെയ്തായിരുന്നു. അപ്പോൾ ആ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഡൗൺ ആയി ഫർദർ ഫോളായി. ഓക്കെ, അതിൻ്റെ സ്ട്രക്ചർ അങ്ങനെ തന്നെയാണ് നടക്കുന്നത്. ഇനി റെസിസ്റ്റൻസ് ആയിട്ട് മാറുന്നത് നമ്മുടെ ഈ ഒരു ഏരിയ ഇതാണ് കാണുന്നത്. റെസിസ്റ്റൻസ്, നിയറസ്റ്റ് റെസിസ്റ്റൻസ് ഇത് വെച്ചോളൂ. ഓക്കെ, നോ പ്രോബ്ലം. ഓക്കെ, നിയറസ്റ്റ് റെസിസ്റ്റൻസ് ആണിത്. സപ്പോർട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ സപ്പോർട്ട് നമ്മുടെ വരുന്നത് ഫസ്റ്റ് ഈ ലോ ബ്രേക്ക് ചെയ്താൽ പിന്നെയാണ് നമുക്ക് ഫർദർ ഫോൾ നമുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ,
ബാക്കി ലെവൽസ് അതുപോലെ തന്നെ വേറെ ചേഞ്ചസ് ഒന്നുമില്ല. ഓക്കെ, അത് വേറെ ചേഞ്ചസ് നമുക്കൊന്നും കാണുന്നില്ല. ഇനി വേഗം സെൻസെക്സിലേക്ക് കിടക്കാം. സെൻസെക്സ് നിഫ്റ്റി പോലെ തന്നെയാണ്, പ്രത്യേകിച്ച് നിഫ്റ്റി നമുക്ക് ഇതിനകത്തൊന്നും പറയാനൊന്നുമില്ല. ഈ ട്രെൻഡ് ലൈൻ വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചോളൂ, കാരണം റെസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്യും. ഇൻ കേസ് ബൗൺസ് കിട്ടുവാണെങ്കിൽ റെസിസ്റ്റൻസ് ആയിട്ട് അത് വർക്ക് ചെയ്യും. ഓക്കെ, ഈ റെസിസ്റ്റൻസ് ഇതാണ് നമ്മുടെ സെൻസെക്സിൽ 8700 ആൻഡ് ഫർദർ ഫോൾ. ഇന്നത്തെ ഡേയിലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഫർദർ ഫോൾ നമുക്ക് കിട്ടും. റിവേഴ്സൽ പ്ലാൻ ചെയ്യാനാണെങ്കിൽ ഇവിടുന്ന് എൻഡിങ് ഡയനൽ പാറ്റേൺ ഓർ ട്രയാങ്കിൾ നോക്കിയാൽ മതി. ഓക്കെ, എൻഡിങ് ഡയനൽ പാറ്റേൺ ഓർ ട്രയാങ്കിൾ, എന്നിട്ട് അത് ഫോം ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് റിവേഴ്സൽ പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ വെറുതെ ചുമ്മാ ബൗൺസ് മാത്രം പ്ലേ ചെയ്യാൻ പറ്റുള്ളൂ ചെറിയൊരു മൂവ്. അല്ലെങ്കിൽ റിവേഴ്സൽ അങ്ങനെ ഈസിലി കിട്ടത്തില്ല ഈ ഏരിയയിൽ. ഓക്കെ, ഇനി ബാക്കി ലെവൽസ് ഇതുപോലെ തന്നെ ഇരിക്കും കേട്ടോ, വേറെ ചേഞ്ചസ് ഒന്നും കാണുന്നില്ല. യെസ്, ഗ്രീൻ ആക്കി വാങ്ങിച്ചു. ഇനി വേഗം നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് പോകാം. എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ മറക്കരുത് എല്ലാവരും കൂടി. നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് ചെയ്യാൻ ഐ തിങ്ക് കുറേ ദിവസമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എൻഡിങ് ഡയനൽ പാറ്റേൺ ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫർദർ ഫോൾ കിട്ടും. ആ ഫർദർ ഫോൾ നമുക്ക് കിട്ടി. ആസ് യൂഷ്വൽ ഇത് സപ്പോർട്ടാണ് നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ടറിൻ്റെ ഈ ഒരു ഏരിയ സപ്പോർട്ട് സോണാണ്. ഓക്കെ, റെസിസ്റ്റൻസ് ഈ ഒരു ഏരിയ റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, ABC സ്ട്രക്ചറിലാണ് പ്രോപ്പർ ഫോൾ വന്നെങ്കിൽ ഇത് കണ്ട പ്രോപ്പർ എൻഡിങ് ഡയനൽ പാറ്റേൺ ആയിരുന്നു. 1 2 3 4 and 5 ഡബിൾ ടോപ്പ് ഉണ്ടാക്കി ആൻഡ് ഫോൾ വന്നെങ്കിൽ 1A B and C. ഡബിൾ ടോപ്പ് ഞാനില്ല പറഞ്ഞതേ പറഞ്ഞായിരുന്നല്ലോ, പ്രോപ്പർലി ഞാൻ പറഞ്ഞായിരുന്നു. എനിക്ക് 1 2 and Cയുടെ ഫർദർ ഫോളാണ്, ABCയുടെ ഫർദർ ഫോളാണ് അത് കാണുന്നത്. ആൻഡ് ഇത് തീരാനാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഇവിടെ എൻഡിങ് ഡയനൽ പാറ്റേൺ ഫോം ചെയ്യേണ്ടതാണ്. ഓക്കെ, നല്ലൊരു ഫോൾ വന്നിരിക്കുകയാണ്, പ്രോപ്പർ ഫോളാണ്. സോ എൻഡിങ് ഡയനൽ പാറ്റേൺ ഫോം ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു പ്രോപ്പർലി നമുക്ക് മുകളിലേക്ക് എന്തെങ്കിലും ബുള്ളിഷ് ട്രേഡ് എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇതിനകത്ത് കാണുന്നില്ല കേട്ടോ, എൻഡിങ് ഡയനൽ പാറ്റേൺ ഒന്നും കാണുന്നില്ല. സോ ചിലപ്പോൾ അത് നാളെ കൺസൾട്ടേഷൻ ആവാം. നാളെ നമുക്ക് പറയാൻ പറ്റില്ല, കൺസൾട്ടേഷൻ ഫേസ് ആവും നാളെ. ശ്രദ്ധിക്കുക എല്ലാവരും കൂടി. ഓക്കെ, സപ്പോർട്ട് സോൺ ബാക്കിയെല്ലാം പ്രോപ്പർലി നോക്കുന്നുണ്ട്. ഓക്കെ, സോ ഇന്ന് പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നുമില്ല. ഞാൻ ഇച്ചിരി തിരക്കിലാണ്. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ പറ്റുക. താങ്ക് യു.